ഞങ്ങൾ കാരിത്താസിയൻസിന് ഒക്ടോബർ മാസം വളരെ സ്പെഷ്യലാണ്. അതെന്താണെന്നറിയാവോ? അറിയണമെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഒക്ടോബർ മാസത്തെ ഏറ്റവും മനോഹരമാക്കുന്ന കാരണങ്ങളിലൊന്ന് ഒക്ടോബർ പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമാണ് എന്നതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് അടുക്കാൻ നമ്മെ ഏറെ ഒരുക്കുന്ന മാസം. അതുകൊണ്ട് തന്നെ ഒക്ടോബറിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ഞങ്ങൾ കാരിത്താസിൽ കൊന്തപ്പത്ത് എന്ന പേരിൽ പരിശുദ്ധ അമ്മയോടുള്ള ആദരസൂചകമായി വളരെ സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ആചരിച്ചു പോകുന്നു. കൊന്തയൊരുക്കൽ എന്താണെന്നൊരു സംശയം ഉണ്ടാവുമല്ലേ? പറഞ്ഞു തരാം. ഈ കൊന്തപ്പത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ കൊന്ത കെട്ടാനായിട്ട് അതിനാവശ്യമായ മുത്തുകളും നൂലും കാശുരൂപവും കുരിശുമെല്ലാം ഒരുമിച്ച് ഒരു കുഞ്ഞു പാക്കറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ജോലിക്കിടയിലുള്ള ഒഴിവു സമയങ്ങളിൽ ചാപ്പലിൽ വന്നിരുന്ന് സാധിക്കുന്നവരെല്ലാവരും ഒന്നിച്ചാണ് ഈ ഒരു കൊന്തയൊരുക്കൽ ചെയ്യുന്നത്. ഇത്തവണ ഇതിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ചാപ്പലിൻ്റെ ഇൻചാർജായ ആനിയമ്മ സിസ്റ്ററാണേ. ഞങ്ങളിങ്ങനെ കൊന്തയൊരുക്കുന്ന സമയത്ത് പുറകിലെ ചാപ്പലില് നല്ല പാട്ടും ജപമാലയൊക്കെ കേൾക്കാവേ. രാവിലത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ചാപ്പലിൽ വയ്ക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ കാരിത്താസ് ചാപ്പലിലുണ്ട് കേട്ടോ. ജോലിക്ക് കയറും മുൻപും ഇടവേളകളിലും ചാപ്പലിലെത്തി ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടെ കുറച്ചു നേരം ആയിരിക്കുവാനുള്ള അവസരവും ശനിയാഴ്ച ദിവസങ്ങളിൽ കുമ്പസാരവും ഞങ്ങൾ സ്റ്റാഫ്സിന് മാത്രമല്ല കേട്ടോ, കാരിത്താസിലെത്തുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് അനുഗ്രഹമായി മാറുകയാണ്. അങ്ങനെ കൊന്തയ്ക്ക് ശേഷം സിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ഞങ്ങളുടെ കൊന്തയൊരുക്കൽ അങ്ങനെ തുടർന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി അവസാനം എത്ര കൊന്തയായെന്നറിയാവോ? എല്ലാം കൂടി 150 കൊന്ത ഞങ്ങൾ ഒരുക്കി. ഈ 150 കൊന്തയും കൂടി ഇനി എന്താ ചെയ്യുന്നതെന്നറിയണോ? അതറിയണമെങ്കിൽ നേരെ വെളിയിലേക്ക് പോരാട്ടോ. നമ്മുടെ കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻപിലായിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിൽ മനോഹരമായൊരു പന്തലിടും. ആവുന്നത്ര പൂക്കളും ലൈറ്റ്സും ഒക്കെ കണ്ട് എത്രത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റുമോ അത്രത്തോളം മനോഹരമാക്കി ആ ഒരു പന്തലിനെ മാറ്റും. കൊന്തപ്പത്തിൻ്റെ ആ 10 ദിവസവും എന്നും വൈകുന്നേരം 6:30 കൊന്ത നമസ്കാരം നടക്കും. ആ സമയം സ്റ്റാഫ്സും പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഹോസ്റ്റൽ സ്റ്റുഡൻസും എല്ലാവരും ഒന്നിച്ച് അവിടെ എത്തി കൊന്ത നമസ്കാരത്തിൽ പങ്കുകൊള്ളും. കൊന്ത നമസ്കാരത്തിന് ശേഷം ഈ കൊന്തപ്പത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ദിവസങ്ങളിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഈ കൊന്തകളുടെ കുഞ്ഞു പാക്കറ്റുകൾ അവിടെ വന്നിരിക്കുന്നവരുടെ കയ്യിൽ കൊടുത്തുവിടും. എന്നിട്ടെന്താ സംഭവിക്കുന്നതെന്നോ? കൊന്തപ്പത്തിൻ്റെ ലാസ്റ്റ് ദിവസമായ ഒക്ടോബർ 31 കൊന്തയൊരുക്കാൻ കിട്ടിയ എല്ലാവരും പ്രാർത്ഥനാപൂർവം ആ കൊന്തകൾ കെട്ടിക്കൊണ്ട് വരണം. അന്നത്തെ ദിവസം അച്ഛനാ കൊന്തകൾ വെഞ്ചരിച്ച് നമ്മുടെ അടുത്തുള്ളവർക്ക് പരസ്പരം അതിനെ കൈമാറ്റം ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. 6:30 ആയതോടെ പന്തൽ നിറഞ്ഞു തുടങ്ങിയിട്ടോ.
ഇത് കണ്ടോ, ഓരോ ക്രാഫ്റ്റും കാര്യങ്ങളും സ്വന്തം കൈകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഓരോ കുഞ്ഞു മക്കൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാട്ടോ. ഇങ്ങനെ കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും. തങ്ങളുടെ നിയോഗങ്ങളും അതിൻ്റെ കൂടെ അവർ സമർപ്പിക്കുകയാണ് ഇവിടെ പതിവ്. ഒരുപാട് സമ്മാനങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാവേ. ഇത് മാത്രമല്ല കേട്ടോ, സ്വന്തം കൈകൊണ്ട് വരച്ചതും ക്രിയേറ്റ് ചെയ്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ പോസ്റ്ററായിട്ടും പടങ്ങളായിട്ടും എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ മനോഹരമായിട്ട് അവരിവിടെ പിൻ ചെയ്ത് വെക്കും. എന്ത് രസമാണല്ലേ! പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാവോ, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും കൊണ്ട് തീർന്നില്ല കേട്ടോ. കൊന്ത നമസ്കാരത്തിന് ശേഷം ലതീഞ്ഞുണ്ട്. ലതീഞ്ഞു കഴിഞ്ഞ് അച്ഛൻ ചോദ്യം ചോദിക്കും. ചോദ്യത്തിന് ശരിയുത്തരം പറയുന്നവർക്ക് സമ്മാനങ്ങളും നൽകിക്കൊണ്ടാണ് അന്നത്തെ കൊന്ത നമസ്കാരം അവിടെ അവസാനിക്കുക. ദേ അച്ഛന്മാരൊക്കെ എത്തിത്തുടങ്ങി. നമ്മുടെ കൊന്ത നമസ്കാരം ഇന്നത്തെ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഈ കൊന്ത നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ഒരു ഒക്ടോബർ മാസത്തിൽ 6:30 സമയത്ത് കാരിത്താസിൽ എത്തിച്ചേരാവുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഈ ഒരു കൊന്ത നമസ്കാരത്തിൽ നിങ്ങൾക്കും പങ്കുചേരാവേ. ഈ ഒരു ക്യാമറയിൽ കാണുന്ന ഭംഗിയല്ല കേട്ടോ, നേരിട്ട് എന്ത് രസമാണെന്നറിയാവോ. അതുമാത്രമല്ല, ഈ ഒരു 6:30 സമയത്ത്, ഈ ഒരു ജപമാലയുടെ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തിരക്കുണ്ടോ അതെല്ലാം മാറ്റിവെച്ച് കൊന്ത നമസ്കാരത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ ഡയറക്ടർ അച്ഛനായ ബിനു അച്ഛനും ജോയിൻറ്റ് ഡയറക്ടേഴ്സ് അച്ഛന്മാരും എല്ലാവരും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസത്തെയും കൊന്ത നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കൊന്ത നമസ്കാരത്തിൽ കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അധികം സമയമില്ല കേട്ടോ. 2-3 ദിവസം കൂടി അല്ലേ ഉള്ളൂ. 6:30 എന്നും കാരിത്താസിലേക്ക് പോരാട്ടോ. ഇനി നമ്മുടെ കാരിത്താസിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നേരിട്ട് വരാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കാരിത്താസ് വിഷൻ ത്രൂ ലൈവും പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ കൊന്ത നമസ്കാരം കാണാത്തവരും കൂടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒക്ടോബർ 31 എത്താൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും കാരിത്താസിൻ്റെ കൊന്ത നമസ്കാരത്തിലേക്ക് സ്വാഗതം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാവേ.